സുഗുണൻ കല്ലൂർക്കാട്. ഡിവൈഎഫ്ഐ കല്ലൂർക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫ്ലഡ് ലൈറ്റ് പെനാൽറ്റി ഷൂട്ട് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ കല്ലൂർക്കാട് ലോക്കൽ സെക്രട്ടറി സഹാവ് ടി പ്രസാദാണ്. സഹാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തണ്ടർ സ്ട്രൈക്കേഴ്സ് വഴിയാത്രയുടെ വലതാക്കുന്നു ശ്രീജിത്ത് കല്ലൂർക്കാട്. സിമ്പിൾ ഗോൾ. നെക്സ്റ്റ് കിക്ക് വഴിയാത്ര. നെക്സ്റ്റ് കിക്ക് FFC കോതമംഗലം. വളരെ മനോഹരമായ ശ്രീജിത്ത് കല്ലൂർക്കാട്. തണ്ടർ സ്ട്രൈക്കേഴ്സ് വഴിയാത്രയ്ക്ക് വേണ്ടി മികച്ച ഒരു സേവ നടത്തിയിരിക്കുന്നു ശ്രീജിത്ത് കല്ലൂർക്കാട്. നെക്സ്റ്റ് കിക്ക് തണ്ടർ സ്ട്രൈക്കേഴ്സ് വഴിയാത്രയ്ക്ക് വേണ്ടി ഫെമിൻ ലോക്സ്. മനോഹരമായ ഒരു ഗോളുകൾ നിറച്ചുകൊണ്ട് ഫെമിൻ ലോക്സ്. മത്സരം 3-2. ശ്രീജിത്ത് കല്ലൂർക്കാട് തണ്ടർ സ്ട്രൈക്കേഴ്സ് FCയുടെ ഗോൾ കീപ്പർ. 2 ഗോളുകൾ, മനോഹരമായ 2 ഗോളുകൾ സേവ് ചെയ്തുകൊണ്ട് ടീമിന്റെ രക്ഷകനായി മാറിയിരിക്കുന്നു. ഈ ഗോൾ വലയിലെത്തിച്ചു കഴിഞ്ഞാൽ തണ്ടർ സ്ട്രൈക്കേഴ്സ് വഴിയാത്രയ്ക്ക് വേണ്ടി നെക്സ്റ്റ് ഗോൾ. വളരെ മനോഹരമായ ഒരു സേവ് FFC കോതമംഗലത്തിന് വേണ്ടി നല്ലൊരു സേവ് നടത്തിയിരിക്കുകയാണ് ഗോൾ കീപ്പർ. വളരെ മനോഹരമായ ഒരു ഗോൾ. എങ്ങനെ ആദ്യ മത്സരം സെവൻസ് കല്ലൂർക്കാട് വേണ്ടി കിക്കെടുക്കുന്നു ആഷി. മനോഹരമായ ഒരു ഷോട്ട് ഗോൾ വലയിലാക്കിക്കൊണ്ട് സെവൻസ് കല്ലൂർക്കാടിന്റെ ആഷി. അടുത്തത് UK ബോയ്സിന് വേണ്ടിയിട്ടാണ്. സെവൻസ് കല്ലൂർക്കാടിന്റെ വലകാകുന്നു ജിതിൻ ലിയോ. സെവൻസ് കല്ലൂർക്കാടിന്റെ വലകാകുന്നു ജിതിൻ ലിയോ. ജിതിൻ ദേവി വളരെ മനോഹരമായ ഒരു സേവ് ചെയ്തുകൊണ്ട് സെവൻസ് കല്ലൂർക്കാടിന്റെ ഗോൾ കീപ്പർ ജിതിൻ ലിയോ
വളരെ മനോഹരമായ ഒരു സേവനം. അടുത്തതായി സെവൻസ് കല്ലൂർക്കാടിന് വേണ്ടി കിക്കെടുക്കുവാൻ വരുന്നു അബിൽ അഗസ്റ്റിൻ കല്ലൂർക്കാട്. സെവൻസ് കല്ലൂർക്കാടിന് വേണ്ടി കിക്കെടുക്കുന്നു അബിൽ. മനോഹരമായ ലിയോ. സെവൻസ് കല്ലൂർക്കാടിന്റെ ജിതിൻ. ജിതിൻ വേണ്ടി കിക്കെടുക്കുന്നു ബിജോ. വളരെ മനോഹരമായിരുന്നു. അത് തട വീണ്ടും സെവൻസ് കല്ലൂർക്കാടിന് വേണ്ടി കിക്കെടുക്കുവാൻ വരുന്നു ഫെബിൻ ലൂർസ് മലനിരപ്പ്. സെവൻസ് കല്ലൂർക്കാടിന് വേണ്ടി കിക്കെടുക്കുന്നു ഫെബിൻ ലൂർസ് മലനിരപ്പ്. കുലുക്കിയിരിക്കുന്നു. കിക്കെടുക്കുന്നു സെവൻസ് കല്ലൂർക്കാടിന് വേണ്ടി ഗോൾ കീപ്പർ ജിതിൻ ലിയോ. വീണ്ടും സെവൻസ് കല്ലൂർക്കാടിനെ രക്ഷിക്കുവാനായി ജിതിൻ. വളരെ മനോഹരമായ ഒരു സേവനം നടത്തിക്കൊണ്ട് ടീമിനെ വിജയിപ്പിച്ചിരിക്കുകയാണ് ജിതിൻ. റീയാണ്. റഫറിയുടെ വിസിൽ മുഴങ്ങിയതിനു ശേഷം മാത്രമേ പന്ത് കിക്ക് ചെയ്യുവാൻ പാടുള്ളൂ. റഫറിയുടെ വിസിൽ കേട്ടതിന് ശേഷം മാത്രമേ കിക്ക് ചെയ്യാവൂ. വീണ്ടും അബിൽ അഗസ്റ്റിൻ. വീണ്ടും ഗോൾ വല കുലുക്കിക്കൊണ്ട് അബിൽ കല്ലൂർക്കാട്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻസ് കല്ലൂർക്കാടിന് വിജയമാണ്. സിമ്പിൾ സേവ് നടത്തിക്കൊണ്ട് സിമ്പിളായ ഗോൾ. മിന്നൽ ഗോളിക്ക് വേണ്ടി രജിത് യു കെ. മനോഹരമായ രീതിയിലൂടെ നെക്സ്റ്റ് കിക്ക് നാസ് കദലിക്കാട്. ഗോൾ വലകാക്കുന്നു മിന്നൽ അനു. നല്ലൊരു ഷോട്ട്. ടീമിന്റെ നെടുന്തൂർ മിന്നൽ റോബിൻ. ടീമിനെത്തുന്ന പന്തിനെ മിന്നൽ മനോഹരമായ ഗോൾ നേടിക്കൊണ്ട് ടീമിനെ വിജയിപ്പിക്കുന്നു മിന്നൽ റോബിൻ. നാസ് കദലിക്കാടിന്റെ കീപ്പർ. ഗോൾ കിട്ടിയില്ല, പുറത്തു പോയിരിക്കുന്നു. വീണ്ടും മിസ്സാക്കിയിരിക്കുകയാണ്. മത്സരം പൂർത്തിയായപ്പോൾ മിന്നൽ നല്ലൊരു ഗോൾ. കോമ്രേഡ് FC മുള്ളരിക്കാടിന്റെ താരം കലയന്താനിയുടെ താരം നല്ലൊരു ഗോൾ. നല്ലൊരു ഗോൾ. നല്ലൊരു ഗോൾ. വീണ്ടും നല്ലൊരു കിക്ക് എടുത്തുകൊണ്ട് വളരെ
മികച്ചൊരു സേവ് ചെയ്തുകൊണ്ട് കാലാമ്പൂരിന്റെ ഗോൾ കീപ്പർ യുവ സിമ്പിളായ ഒരു ഗോൾ നേടി. വീണ്ടും റോക്ക് സ്റ്റാറിന് വേണ്ടി കിക്ക് എടുക്കുന്നു ജെറിൻ പോളി. വീണ്ടും നല്ലൊരു സേവ്. സിമ്പിൾ നല്ലൊരു ഗോൾ. റോക്ക് സ്റ്റാർ കല്ലൂർക്കാരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യുവ കാലാമ്പൂർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറിയിരിക്കുന്നു. ഇരു ടീമുകൾക്കും കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. അടുത്ത മത്സരം യുണൈറ്റഡ് FC. അടുത്ത മത്സരം യുണൈറ്റഡ് FC A ടീമും മെറ്റാലിക്ക ആവൂലിയും. അടുത്ത മത്സരം കിക്കെടുക്കുന്നു മെറ്റാലിക്ക ആവലിയുടെ താരം മിസ്സാക്കിയിരിക്കുകയാണ്. നല്ലൊരു മെറ്റാലിക്ക വേണ്ടി അരുൺ ഷാൻ. സിമ്പിൾ ഗോൾ. യുണൈറ്റഡ് FC യുടെ താരം സോളമൻ. നല്ലൊരു സേവ് നടത്തിക്കൊണ്ട് ജെയ്സൺ കല്ലൂർക്കാർ. നല്ലൊരു പ്ലേസ്. നല്ലൊരു ഗോൾ. നല്ലൊരു ഷോട്ട്. നല്ലൊരു സേവ് നടത്തിക്കൊണ്ട് യുണൈറ്റഡ് FC യുടെ ഗോൾ കീപ്പർ നല്ലൊരു സേവ്. വേണ്ടി കിക്കെടുക്കുന്നു അരുൺ ഷാ. സിമ്പിൾ ഗോൾ നേടിക്കൊണ്ട് അരുൺ നല്ലൊരു ഗോൾ നേടിക്കൊണ്ട് ടീം നല്ലൊരു കിക്കിലൂടെ വീണ്ടും ഗോൾ. നല്ലൊരു പ്ലേസ്മെന്റ് ഗോൾ. നല്ലൊരു സേവ്. നല്ലൊരു ഗോൾ. നല്ലൊരു സേവ്.
FFC കോതമംഗലവും UK ബോയ്സ് കുളങ്ങാട്ടുപാറയുമായുള്ള മത്സരത്തിൽ UK ബോയ്സ് കുളങ്ങാട്ടുപാറ വിജയിച്ചിരിക്കുന്നു. ഇരു ടീം യുവ കാലാമ്പൂർ. ഇരു ടീമുകളും ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. റോക്ക് സ്റ്റാർ, യുവ കാലാമ്പൂർ. അതിനുശേഷം യുണൈറ്റഡ് FC A ടീം വിസേഴ്സ് ടൈറ്റാൻ B ടീമാണ് അടുത്ത മത്സരം. ഇരു ടീമുകൾ തയ്യാറായിട്ടിരിക്കുക. റോക്ക് സ്റ്റാർ കല്ലൂർക്കാടും യുവ കാലാമ്പൂരും ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ഗെയിം. മിന്നൽ റോബിന്റെ കേൾക്കുക. റഫറി ശ്രദ്ധിക്കുക. ബൈജു കല്ലൂർക്കാട് സേവ് ചെയ്തിരിക്കുന്നു. ബൈജുവിന്റെ കേക്ക് ഇഷ്ടമാകുന്ന മിന്നൽ റോബിൻ. ഇതാ മിന്നൽ റോബിനെ തിരികെയാണ്. എത്ര വേഗതയേറിയ ഷൂട്ടും പിടിച്ചു വെക്കുന്ന മിന്നൽ റോബിൻ. എതിരാളിയെ മാനസികമായി തളർത്തുന്ന റോബിൻ, മിന്നൽ റോബിൻ. കിക്കെടുക്കുന്നു ആൽബോസ് കല്ലൂർക്കാട്. സിമ്പിൾ ആയൊരു ഗോൾ കീപ്പർ റെഡി. സിമ്പിളായൊരു ഗോൾ നേടിക്കൊണ്ട് മിന്നൽ റോബിൻ കിക്കെടുക്കുവാൻ വരുന്നു. പന്തിനെ ചുംബിച്ചുകൊണ്ട് കിക്കെടുക്കാൻ പോകുന്ന പന്തിനെ ചുംബിച്ചുകൊണ്ട് മിന്നൽ റോബിൻ. സിമ്പിളായി തടഞ്ഞിരിക്കുന്നു ഗോൾ കീപ്പർ രഞ്ജിത് രമേശ്. സിമ്പിളായി വീണ്ടും ആദ്യ ഗോൾ സേവ് ചെയ്തു. മനോഹരമായൊരു ഗോൾ സേവ് ചെയ്തുകൊണ്ട് എത്തുമ്പോൾ വളരെ മനോഹരമായ ഗോൾ. നല്ലൊരു ഗോൾ, നല്ലൊരു പ്ലേസ് നിന്നാണ്. സിമ്പിൾ മനോഹരമായൊരു ഗോൾ നേടിക്കൊണ്ട് നിരവധി ടൂർണമെന്റുകളിൽ നിറസാന്നിധ്യമായിരുന്ന നോബൽ പീറ്റർ സിമ്പിൾ ഗോൾ നേടിക്കൊണ്ട് വീണ്ടും നല്ലൊരു ഗോൾ. ജെയ്സൺ ബിജു സ്പാർട്ടൻസ് കല്ലൂർക്കാട് വേണ്ടി കിടക്കുന്നു. ജെയ്സൺ ബിജു നല്ലൊരു മിസ്സാക്കിയിരിക്കുകയാണ് ഗോൾ കീപ്പർ. ഫൗളാണ്. ഗോൾ കീപ്പർ ലൈനിന് പുറത്തായിരുന്നു. കിക്ക് ഒന്നുകൂടി വീണ്ടും സ്പാർട്ടൻസിന് ഒന്നുകൂടി കിക്ക് കിട്ടിയിരിക്കുകയാണ്. പോയ ബോളുകൾ എടുക്കുക. ബിജോൾ പവർ സോഡ മിസ്സാക്കിയിരിക്കുകയാണ് വീണ്ടും. മത്സരം സെറണ്ടെന്നാണ്. ആദ്യ ഗോൾ അടിക്കുന്ന ടീം വിജയിക്കും. വാശിയേറിയ നല്ലൊരു മത്സരം. കസം കലേന്താരി വിസേഴ്സ് സ്പാർട്ടൻസ് കല്ലൂർക്കാട്.
വീണ്ടും സഡണ്ടത്തിൽ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഗോൾ വല വിൽക്കുവാനായി നോബൽ പീറ്റർ. സിമ്പിൾ ഗോൾ, നല്ലൊരു പ്ലേസ്മെന്റ്. മനോഹരമായ ഒരു ചിപ്പിലൂടെ സ്പാർട്ടൻസ് കല്ലൂർക്കാടിന് വേണ്ടി ഗോൾ നേടിയിരിക്കുന്നു നോബൽ പീറ്റർ. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർട്ടൻസിന് ജയിക്കാം. സ്പാർട്ടൻസ് കല്ലൂർക്കാട് in the match. നല്ലൊരു മത്സരം. ആദ്യ മത്സരം കിക്ക് എടുക്കുന്നു കോമ്രേഡ് FC മുള്ളരിങ്ങാടിന് വേണ്ടി വിഷ്ണു ആദ്യ കിക്ക് എടുക്കുവാനായി എത്തുന്നു. നല്ലൊരു ഷോട്ട്. റെഡ് ബുൾ നാഗപ്പുഴയുടെ ഗോൾ വല കുലുക്കിക്കൊണ്ട് വിഷ്ണു മുള്ളരിങ്ങാട്. അടുത്ത റെഡ് ബുൾ നാഗപ്പുഴയുടെ കിക്ക് ചെയ്യുന്നു. കാണികളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. വളരെ മനോഹരമായ ഒരു സേവ് നടത്തിക്കൊണ്ടിരിക്കുന്നു കോമ്രേഡ് FCയുടെ ഗോൾ കീപ്പർ. മികച്ച ഒരു സേവ് നടത്തിക്കൊണ്ട് മുന്നേറുന്നു. നല്ലൊരു സേവ്. വീണ്ടും ഇഞ്ചോടിഞ്ചുള്ളൊരു പോരാട്ടം. ഇരു ഗോൾ കീപ്പർമാരും ഗോൾ വലയിൽ ഗോൾ കയറുവാൻ സമ്മതിക്കുന്നില്ല. വളരെ മികച്ച സേവുകൾ. നല്ലൊരു ഗോൾ നേടിയിരിക്കുകയാണ് റെഡ് ബുൾ നാഗപ്പുഴയുടെ പ്ലെയർ. വീണ്ടും നെക്സ്റ്റ് കിക്ക് എടുക്കുവാൻ വരുന്നു കോമ്രേഡ് FC മുള്ളരിങ്ങാടിന്റെ താരം. മിസ്സായിരിക്കുകയാണ്. റെഡ് ബുൾ നാഗപ്പുഴയ്ക്ക് വേണ്ടി കിക്ക് ചെയ്യുവാൻ വരുന്നു ആനന്ദ് കല്ലൂർക്കാട്. റെഡ് ബുൾ നാഗപ്പുഴയ്ക്ക് വേണ്ടി കിക്ക് ചെയ്യുവാൻ വരുന്നു ആനന്ദ് കല്ലൂർക്കാട്. നല്ലൊരു ഗോൾ, വളരെ മികച്ചൊരു ഫിനിഷിംഗ്. വീണ്ടും നെക്സ്റ്റ് കിക്ക് എടുക്കുന്നു കോമ്രേഡ് FC മുള്ളരിങ്ങാടിന്റെ താരം. നല്ലൊരു ഗോൾ, മികച്ചൊരു ഗോൾ നേടിക്കൊണ്ട് കോമ്രേഡ് FC മുള്ളരിങ്ങാട്. നെക്സ്റ്റ് കിക്ക് എടുക്കുന്നു റെഡ് ബുൾ നാഗപ്പുഴയുടെ പ്ലെയർ. നൈസ് ഗോൾ, നല്ലൊരു പ്ലേസ് ഗോൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കോമ്രേഡ് FCക്ക് വേണ്ടി കിക്ക് എടുക്കുന്നു ഗോൾ കീപ്പർ. നല്ലൊരു ഗോൾ നേടിക്കൊണ്ട് കോമ്രേഡ് FC മുള്ളരിങ്ങാട് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് കിക്ക് റെഡ് ബുൾ നാഗപ്പുഴയ്ക്ക് വേണ്ടി ഗോൾ കീപ്പർ മത്തായി. ഫൗളാണ്. ഫിസിൽ റഫറിയുടെ ഫിസിൽ കേട്ടതിന് ശേഷം മാത്രമാണ് കിക്ക് ചെയ്യുവാൻ പാടുള്ളൂ. മത്സരാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾ നേടിക്കൊണ്ട് മനോഹരമായൊരു മത്സരം. കോമ്രേഡ് FC മുള്ളരിങ്ങാടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റെഡ് ബുൾ നാഗപ്പുഴ ആദ്യ റൗണ്ടിൽ വിജയിച്ചിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും കമ്മിറ്റിയുടെ ആശംസകൾ. അടുത്ത മത്സരം സുഗുണൻ കല്ലൂർക്കാട് ആദ്യ ഗോൾ നേടിക്കൊണ്ട് മെറ്റൽക്ക ആവോലിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ആദ്യ മത്സരം നെക്സ്റ്റ് കിക്ക് എടുക്കുവാൻ വേണ്ടി അസുരൻ കല്ലൂർക്കാടിന് വേണ്ടി സുഗുണൻ ജൂനിയർ. നെക്സ്റ്റ് കിക്ക് എടുക്കുന്നു സുഗുണൻ ജൂനിയർ. What a beautiful goal.
നല്ലൊരു ഗോൾ, മനോഹരമായ ഒരു ഗോൾ നേടിക്കൊണ്ട് മെറ്റൽ സോറി വിസിൽ മുഴുകിയിട്ടില്ല. റഫറിയുടെ വിസിൽ കേട്ടതിന് ശേഷം മാത്രമാണ് ഗോൾ കിക്ക് ചെയ്യാൻ പാടുള്ളൂ. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾ, മനോഹരമായ ഗോൾ നേടിക്കൊണ്ട് വീണ്ടും നെക്സ്റ്റ് കിക്ക് എടുക്കുവാൻ വരുന്ന മെറ്റൽക്ക ആവോലി അസുരൻ കല്ലൂർക്കാടിനെ ഗോൾ വിലക്കാക്കുന്നു. പുറത്തു പോയിരിക്കുന്നു. ഗോൾ മിസ്സാക്കിയിരിക്കുകയാണ്. നല്ല ഗോൾ, നല്ലൊരു ചിപ്പ് തന്നെ. കണ്ടെത്തിക്കുന്ന നല്ലൊരു പോരാളി എന്നതിന് വിശേഷിപ്പിക്കാവുന്ന സുഗുണൻ കല്ലൂർക്കാട്. നെക്സ്റ്റ് കിക്ക് അസുരന് വേണ്ടി കിക്ക് എടുക്കുവാൻ വരുന്നു സുരാജ് മണലിപ്പീടിക. സിമ്പിളായ ഗോൾ. നല്ലൊരു ഗോൾ. സിമ്പിൾ ഗോൾ. മത്സരം മെറ്റൽക്ക ആവോലി ആദ്യ കിക്ക് ടൈറ്റാൻസ് ബി ടീമിന്. റോയൽ ലയൺസ് പെരുമ്പളിച്ചോറുടെ ഗോൾ കീപ്പർ, പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ. ആദ്യ ഗോൾ നേടിക്കൊണ്ട് ടൈറ്റാൻസ് ബി ടീം ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. സിമ്പിൾ ഗോൾ. ആ ഗോൾ മിസ് ചെയ്തിരിക്കുകയാണ്. പുറത്തേക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നു. ഗോൾ നേടിയിരിക്കുകയാണ്. അജീഷ് പുഷ്പൻ സേവ് ചെയ്തിരിക്കുന്നു. മനോഹരമായ ഗോൾ സേവ് ചെയ്തിരിക്കുന്നു. പുറത്തു പോയിരിക്കുന്നു. ടൈറ്റാൻസ് ബി ടീമിന് വേണ്ടി അപ്പു. സേവ് ചെയ്തിരിക്കുന്നു. റോയൽ ലയൺസ് പെരുമ്പളിച്ചെറിയുടെ ഗോൾ കീപ്പർ. സിമ്പിൾ ഗോൾ. നല്ലൊരു ഗോൾ അടിച്ചുകൊണ്ട് ടൈറ്റാൻസ് ബി ടീമിന് ഗോൾ വില നൽകിയിരിക്കുന്നു. റോയൽ ലയൺസ് പെരുമ്പളിച്ചിറ. ഗോൾ മിസ്സാക്കിയിരിക്കുകയാണ് കുഞ്ഞുണ്ണി. ടൈറ്റാൻസ് ബി ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോയൽ ലയൺസ് പെരുമ്പളിച്ചിറ വിജയിച്ചിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും കമ്മിറ്റിയുടെ ആശംസകൾ. നെക്സ്റ്റ് മാച്ച് അസുരൻ കല്ലൂർക്കാട് വേഴ്സസ് മെറ്റൽക്ക ആവോലി. അടുത്ത മത്സരം അസുരൻ കല്ലൂർക്കാട് വേഴ്സസ് മെറ്റൽക്ക ആവോലി. ഇരു ടീമുകളും ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. ടാസ്ക് തഴുകുന്നതിന് വേണ്ടി അജയ് ആദ്യ ഗോൾ നേടിക്കൊണ്ട് ടാസ്ക് തഴുകുന്നതിന് വേണ്ടി ആദ്യ ഗോൾ നേടിക്കൊണ്ട് അജയ്. ടാസ്ക് തഴുകുന്നതിന്റെ ഗോൾ വില കാക്കുന്നു ഷിജു ഈഡി. നിരവധി മത്സരങ്ങൾ ഇതിനു മുമ്പ് ഗോൾ വില കാത്തിട്ടുണ്ട്.
ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ ഷിൽജു ഇഡി. ഗോൾ, മനോഹരമായ ഒരു ഗോൾ അടിച്ചുകൊണ്ട് നല്ലൊരു സേവ് നടത്തിക്കൊണ്ട് സിമ്പിൾ ഗോൾ, ഒരു ചിപ്പ് തന്നെ എന്ന് പറയാം. വീണ്ടും ഗോൾ വല. യുണൈറ്റഡ് എഫ്സിയുടെ ഗോളത്തേക്ക് ഉറപ്പിക്കുന്ന ഗോൾ കീപ്പർ ഷിൽജു. വീണ്ടും മനോഹരമായ സേവ് നടത്തിക്കൊണ്ട് വളരെ മനോഹരമായ വിഷ്ണു, വളരെ മനോഹരമായ സേവ് യുവ കാലാമ്പൂരിന്റെ ഗോൾ കീപ്പർ. കിക്കെടുക്കുന്നു നിതീഷ്. ഗോൾ. ഗോൾ, ഗോൾ, മനോഹരമായ സിമ്പിൾ ഗോൾ. ഗോൾ, വീണ്ടും യുവ കാലാമ്പൂർ. ഗോൾ, വളരെ മനോഹരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഗോൾ. വളരെ മനോഹരമായ തീർന്നില്ല. റഫറിയുടെ വിസിൽ കേട്ടതിന് ശേഷം മാത്രമാണ് കിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. റഫറിയുടെ കിക്ക് എടുക്കുക. ജസ്റ്റ് മിസ്. നല്ലൊരു ഷൂട്ട് നേടിക്കൊണ്ട് വീണ്ടും വളരെ മനോഹരമായ സേവ. കവർ സോഡ കല്ലൂർക്കാടിന് വേണ്ടി വളരെ മനോഹരമായ ഷോട്ട്. നല്ലൊരു പ്ലേസ് യുവ കാലാമ്പൂർ. അതിനുശേഷം യുണൈറ്റഡ് FC വിസേസ് ടാസ് തഴുകുന്ന ടൈറ്റാൻസ് A ടീം കാവുമ്പടിയും യുവ കാലാമ്പൂർ തമ്മിലുള്ള മത്സരത്തിന് ശേഷം യുണൈറ്റഡ് FC വിസേസ് ടാസ് തഴുകുന്ന ഇരു ടീമുകളും റെഡിയാവുക. അടുത്ത മത്സരം ടൈറ്റാൻസ് A ടീം കാവുമ്പടി വിസേസ് യുവ കാലാമ്പൂർ. ടീമുകൾ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക. ഗോൾ കീപ്പർ സെവൻസ് കല്ലൂർക്കാടിന്റെ ജിതിൻ ലിയോ. മിസ്സായിരിക്കുകയാണ്. ജസ്റ്റ് മിസ്സിംഗ് ഗോൾ വലയിൽ എത്തിച്ചിരിക്കുകയാണ്. കേട്ടതിന് ശേഷം മാത്രം ഗോൾ കിക്ക് ചെയ്യാനുള്ളൂ. ഗോൾ കീപ്പർ ജിതിൻ ലിയോ. ആദ്യം നല്ലൊരു ഷോട്ട്, മികച്ച ഷോട്ടിലൂടെ
കളികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അവസാന മത്സരമാണ്, ഫൈനൽ റൗണ്ട്. നല്ലൊരു സേവ്, വളരെ മികച്ചൊരു സേവ് നടത്തിക്കൊണ്ട് പറക്കും കീപ്പർ ജിതിൻ ലിയോ. ഇത് കല്ലൂർക്കാടിന്റെ അബിൻ മങ്ങാട്ടുകവല. നല്ലൊരു ഷോട്ട്, നല്ലൊരു പവർ ഷോട്ട് എന്ന് തന്നെ വിഷയം. നല്ലൊരു പ്ലേസ്മെന്റ്, നല്ലൊരു പ്ലേസ്. സ്പോൺസർ ചെയ്തിരിക്കുന്ന സെവൻസ് കല്ലൂർക്കാട് വിജയിച്ചിരിക്കുകയാണ്. ആഘോഷകരമായ പോരാട്ടത്തിൽ കല്ലൂർക്കാടിന്റെ രണ്ട് ചുണക്കുട്ടന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ സ്പാർട്ടൻസ് കല്ലൂർക്കാടിനെ അത് ഫൈനൽ റൗണ്ടിൽ തോൽപ്പിച്ചുകൊണ്ട് അമൽ സജി കുടിലിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന സെവൻസ് കല്ലൂർക്കാട് കപ്പുയർത്തിയിരിക്കുകയാണ്. ടൂർണമെന്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർക്കുള്ള സമ്മാനമാണ് 500 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് DJ മെഡിക്കൽസ് കല്ലൂർക്കാടാണ്. ഈ ടൂർണമെന്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഫൈനൽ റൗണ്ടിൽ ടീമിനെ വിജയിപ്പിച്ച സെവൻസ് കല്ലൂർക്കാടിന്റെ ജിതിൻ ബേബിയാണ് ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി CPIM കല്ലൂർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും വെള്ളാരങ്ങല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സഖാവ് മനോജ് ദർശനം ക്ഷണിച്ചോളൂ. അടുത്തതായി നാലാം സമ്മാനം 1000 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഫിറ്റ്നസ് വേൾഡ് കല്ലൂർക്കാടാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി കുളങ്ങാട്ട് ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ജോൺസൺ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. UK ബോയ്സ് കുളങ്ങാട്ടുപാറയാണ് 4ാം സമ്മാനത്തിന് അർഹമായത്. ടീം ക്യാപ്റ്റൻ വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ്. എല്ലാവരും കൈയടിച്ചെന്ന് അഭിനന്ദിക്കാം. 3ാം സമ്മാനം 1500 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓട്ടോ പ്രദേശ് പഞ്ചായത്ത് പടി. 3ാം സമ്മാനം 1500 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓട്ടോ പ്രദേശ് പഞ്ചായത്ത് പടി. സമ്മാനാർഹമായ ടീം നാസ് കദലിക്കാട്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കല്ലൂർക്കാട് മേഖലാ പ്രസിഡന്റ് അരുണ സോനെ ക്ഷണിച്ചു. രണ്ടാം സമ്മാനം 2500 രൂപ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് ഓട്ടോ ക്ലബ് കല്ലൂർക്കാട്. സമ്മാനാർഹമായ ടീം സ്പാർട്ടൻസ് കല്ലൂർക്കാട്. നോബൽ പീറ്റർ സ്പോൺസർ ചെയ്യുന്ന സ്പാർട്ടൻസ് കല്ലൂർക്കാട്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ കല്ലൂർക്കാട് മേഖലാ സെക്രട്ടറി S പ്രസാദിനെ ക്ഷണിച്ചു. അടുത്ത സമ്മാനം കൊടുക്കുന്ന പ്രശാന്ത് ശശിമേനോൻ. എല്ലാവരും കൈയടിക്കുക. 5000 രൂപയാണ്. 1ാം സമ്മാനമായി 5000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെയ്ഡ് ഇൻ മുറാഫ തഴവുന്നാണ്. 1ാം സമ്മാനത്തിന് അർഹമായ ടീം അമൽ സജി കുടിലിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന സെവൻസ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സഖാവ് AK ജിബി ക്ഷണിച്ചുകൊള്ളുന്നു. കല്ലൂർക്കാട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമൽ സജി കുടിലിൽ. എല്ലാവരും എന്തിനാ ഫോട്ടോ എടുത്ത് പോയി.